ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് തിരക്കുകളും അതിനിടയിൽ ഒരു കോട്ടയത്ത് ഒരു കല്യാണവും പോയി വരലും എല്ലാം കൂടെ പോസിബിൾ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് അപ്ഡേറ്റ് പറയാനൊരു മുട്ടൽ. സോ ആ അപ്ഡേറ്റുകൾ പറയാമെന്ന് വിചാരിച്ചത്. നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ അപ്ഡേറ്റ് ഉണ്ട്. സോ പെട്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. ഓക്കെ, ആദ്യത്തെ അപ്ഡേറ്റ് 41 ദിവസം കൊണ്ട് 433 കോടി. കോവിഡിന് ശേഷം 911 കോടി. മറ്റു താരങ്ങളെ ബഹുദൂരം പിന്നിലാക്കി മോഹൻലാൽ എന്നാണ് പറയുന്നത്. എന്താ ജസ്റ്റ് ആ ന്യൂസ് എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. സമീപ വർഷങ്ങളിൽ വിശേഷം കോവിഡ് കാലത്തിനപ്പുറം ആ പൊട്ടൻഷ്യൽ മലയാള സിനിമ ശരിക്കും തിരിച്ചറിയുന്ന സമയമാണിത്. അടുത്തത് വെറും 21 ദിവസങ്ങളുടെ അകലത്തിലെത്തിയ അദ്ദേഹത്തിന്റെ 2 ചിത്രങ്ങൾ നേടിയ കളക്ഷൻ അമ്പരിപ്പിക്കുന്നതാണ്. ഇതോടെ കോവിഡ് കാലത്തിന് ശേഷമുള്ള മോളിവുഡ് ബോക്സ് ഓഫീസിൽ മറ്റു താരങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്തി അദ്ദേഹം. ആര്? ലാലേട്ടനെ കുറിച്ചാണ് ഈ പറയുന്നത്. എമ്പുരാൻ പുറത്തെത്തിയ മാർച്ച് 27 മുൻപെത്തിയ ഒരു കണക്ക് പ്രകാരം കോവിഡ് ശേഷമുള്ള റിലീസുകളിൽ നിന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ 500 കോടിയിലേറെ നേടിയിരുന്നു. എന്നാൽ മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ ഗ്രോസ് 478 കോടിയായിരുന്നു. എന്നാൽ എമ്പുരാൻ റിലീസിനപ്പുറം മലയാളത്തിന്റെ പോസ്റ്റ് കോവിഡ് ബോക്സ് ഓഫീസ് ചിത്രം മൊത്തത്തിൽ മാറ്റിയെഴുതപ്പെടുന്നു. മലയാളത്തിലെ റെക്കോർഡ് ഓപ്പണിംഗുമായി കുതിച്ച എമ്പുരാൻ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ മാറ്റി എഴുതി. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നിലവിൽ എമ്പുരാന്റെ പേരിലാണ്. 325 കോടിയുടെ ടോട്ടൽ ബിസിനസ് നേടിയ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 266.68 കോടിയാണെന്ന് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്ക് പറയുന്നു. അത് ഏതൊന്നും എനിക്കറിയില്ല കേട്ടോ. നെക്സ്റ്റ് തുടരും ക്രോസ് 2018 മൂവി വേൾഡ് വൈഡ് കളക്ഷൻ ഓൺ ഇറ്റ്സ് 13th ഡേ ഓഫ് ബ്ലോക്ക് ബസ്റ്റർ റൺ. ടോപ്പ് 5 ഗ്ലോബൽ ക്രോസസ് മോളിവുഡ്. 1 എമ്പുരാനാണ്, 2 മഞ്ഞുമൽ ബോയ്സ് ആണ്, 3 തുടരും, 4 2018, 5 ആട് ജീവിതം. സോ മൂന്നാം സ്ഥാനത്ത് തുടരുണ്ട്. ആൻഡ് മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ തീരും. 100 കോടി കളക്ഷൻ ഓൾറെഡി ഒഫീഷ്യലി വന്നിട്ടുണ്ട്. 100 ക്രോഡ്സ്, 150 വേൾഡ് വൈഡും വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ്, രണ്ടാം ചൊവ്വാഴ്ച കേരളത്തിൽ 4.50 കോടി കളക്ഷൻ നേടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് വന്നിട്ടുള്ളതാണ്. എമ്പുരാന്റെ 3 കോടിക്ക് മിസ്സായത് ഇത്തവണ പലിശയും ചേർത്തവൻ വീട്ടുപോകും തോന്നുന്നു എന്ന് 2018 മൂവി പറഞ്ഞു. ഞാൻ 2018 മൂവിയിൽ പോയിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം, ഇതൊക്കെ പഴയ മുതൽ ഇങ്ങനെ വരികയാണ്. അടുത്തത് സംവിധാനാകുന്നു ഒരു സൂപ്പർ ഹീറോ ചിത്രം. വമ്പൻ പ്രഖ്യാപനവുമായി ഉണ്ണി മുകുന്ദൻ സംവിധായകനാകാൻ പോകുന്നു എന്നുള്ളതാണ്. ജോർജ് ഒക്കെ കൺഗ്രാറ്റുലേഷൻസ് യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഏതാണ് ഒരു വമ്പൻ ചിത്രം എന്ന് പറഞ്ഞെങ്കിലും സിനിമ ഏതാണ്, അതിന്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ഉണ്ണി പറഞ്ഞിട്ടില്ല. സോ അടുത്തിലേക്ക് പോകാം. നമുക്ക് വേറെ കുറെ പറയേണ്ടത്. പുതിയ കഥയും കഥാപാത്രങ്ങളും പണി 2 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോജു ജോർജ്. ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന വാർത്ത ഇതാണ്: പണി 2 എത്തുമെന്ന് ജോജു പറഞ്ഞു. അതിനൊപ്പം ആദ്യ ഭാഗത്തോട് രണ്ടാം ഭാഗത്തിന് നേരിട്ട് ഒരു ബന്ധവും ഇല്ല. കഥയും അഭിനേതാക്കളും എല്ലാം പുതിയതായിരിക്കുമെന്നും നടൻ വ്യക്തമാക്കി. പണി 2വിന്റെ സ്ക്രിപ്റ്റ് ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചിത്രത്തിൽ പുതിയ കഥ, പുതിയ ലൊക്കേഷൻ, പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാം പുതിയതായിരിക്കും. പണിയുടെ തുടർച്ചയായിരിക്കില്ല പണി 2. ഇന്ത്യയിലെ ടോപ്പ് ടെക്നീഷ്യന്മാരായിരിക്കും പണിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും ജോർജ് പറഞ്ഞിട്ടുണ്ട്. സോ 1 യാതൊരു ബന്ധവും 2വിനില്ല. കാരണം 1 വില്ലന്മാരെ ഓൾറെഡി പൊട്ടിച്ചു തകർത്ത് കഴിഞ്ഞല്ലോ. സോ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് പണീനെ കുറിച്ച് വന്നിരുന്നത്. എന്നാലും അത് ഹിറ്റായിരുന്നു എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലി അത് പടം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ്സ് വന്നിട്ടുണ്ട് നെഗറ്റീവിനിടയിലും. അതുകൊണ്ട് തന്നെ 2വിലേക്ക് പോകാനുള്ളൊരു എന്താ പറയാ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഒരു ധൈര്യം, ആർജവം അല്ലെ, എന്തായാലും ഊർജം നൽകിയിരിക്കുന്നത് പണി 1ന്റെ ആ ഒരു പോസിറ്റീവ് റെസ്പോൺസുകളിനെ ആയിരിക്കും നമുക്ക് വിചാരിക്കാം. എന്തായാലും 2 മുന്നോട്ട് വരുന്ന നമുക്ക് കാണാം എന്തായിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ്, രണം എന്ന് പറഞ്ഞ സിനിമ അന്ന് വളരെ ഫ്ലോപ്പ് ആയിരുന്നു. അന്ന് ആരും അത് വലിയ സംഭവമായിട്ടില്ല. എന്നാൽ ഒരു ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ അതിനെ അന്നേ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും സ്ക്രിപ്റ്റ് വർക്ക് ഫൈനൽ സ്റ്റേജിൽ. രാജു ഒക്കെ ആ പ്രോജക്റ്റ് വലിയ എക്സൈറ്റഡ് ആണ്. അധികം വൈകാതെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്സ് ഉണ്ടാകും എന്ന് ജെയ്ക്സ് ബിജോയ്, അതിൽ മ്യൂസിക് എന്ന് ജെയ്ക്സ് ബിജോയ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജെയ്ക്സ് ബിജോയ്. സിനിമയുടെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ നിർമ്മൽ സഹദേവ് നേരത്തെ അറിയിച്ചിരുന്നു. സോ അതാണ് ആദ്യത്തെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, കാട്ടാളൻ. എൻ്റെ മോനെ, കിഡിലൻ പോസ്റ്ററാണ് നമ്മുടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാണ് ആ പോസ്റ്റർ. ഹണ്ടിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. പെപ്പെ ആസ് ആന്റണി വർഗീസ്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ 5 ഭാഷയിലാണ് ചിത്രം വരുന്നത്. ഇവിടെ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആന,
ആൻഡ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പെപ്പേനെ തന്നെയാണ് വിചാരിക്കുന്നു. കയ്യിൽ മറ്റേ ആക്സ് ഉണ്ട്, കോടാലി. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ഹണ്ട് ഈസ് ഫോർ ഐവറി, ദ വാർ ഈസ് ഫോർ പവർ, റീലോഡിംഗ് പെപ്പെ ആസ് ആന്റണി വർഗീസ്, ഷെരീഫ് മുഹമ്മദ് പ്രസൻസ് കാട്ടാളൻ, ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ്. ഷെരീഫ് മുഹമ്മദ്, ആ ഒരു പേര് മതി മാർക്കോയ്ക്ക് ശേഷം നമുക്ക് വിശ്വസിക്കാം. ക്യൂബ്സ് എന്റർടൈൻമെന്റ്, ആ ഒരു പേര് മതി മാർക്കോയ്ക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ സിനിമയിൽ നിന്നും ഒരുപാട് വയലൻസ് രംഗങ്ങൾ ഒഴിവാക്കും, അത് ഓൾറെഡി ഡയറക്ടറിനോടും മറ്റു ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം ഡയറക്ടറിനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള കുറെ സംഭവങ്ങൾ അത് കാണിച്ചേ തീരൂ. സോ വയലൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, പറയാതെ പറഞ്ഞിരിക്കുകയാണ്. വയലൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയുടെ വന്നിട്ടുള്ള 2 പോസ്റ്ററും കിഡ്ക്കാച്ചി പോസ്റ്റേഴ്സ് ആയിരുന്നു. സോ അതിൽ വൻ പ്രതീക്ഷയാണുള്ളത്. നെക്സ്റ്റ്, നിവിൻ പോളി ടു ജോയിൻ രാഘവ ലോറൻസ് അപ്കമിങ് ഫിലിം ബെൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ പോളി ജോയിൻ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏത് കഥാപാത്രമായിരിക്കും, നെഗറ്റീവ് ഷെയ്ഡാണോ പോസിറ്റീവ് ആണോ അതോ ക്യാമിയോ റോൾ പോലെയാണോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. പല ആളുകളും ക്യാമിയോ ആയിരിക്കും എന്ന് പറയുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട റോളിൽ തന്നെയാണ് നിവിൻ പോളി വരുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് മൺഡേയിലെ 2018 കളക്ഷൻ തൂക്കിയതിനിട്ട പോസ്റ്റിന് താഴെ, അതായത് തുടരും എന്ന് പറഞ്ഞ സിനിമ 2018 റെക്കോർഡ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് ഡയറക്ടർ എന്തുണ്ട്, ജൂഡ് ആന്റണി താഴെ വന്നിട്ടുണ്ടായിരുന്നു. ആ ലാലേട്ടനെ വെച്ച് ഞാൻ തന്നെ ഇതും തൂക്കും എന്നുള്ളത്. പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ഭയങ്കരമാണ്. ലാലേട്ട ഇനി എനിക്കൊരു ഡേറ്റ് തരൂ, കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടനുമായി സംസാരിക്കുകയും ചില സിനിമകളുടെ ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ നമുക്ക് നല്ലൊരു സിനിമ തന്നെ ജൂഡ് ആന്റണി ലാലേട്ടനെ വെച്ച് പ്രതീക്ഷിക്കാം. ആൻഡ് ജൂഡ് ആന്റണിയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിടിലം സിനിമ തന്നെ ആയിട്ട് വരും എന്ന് വിചാരിക്കും. ഇത്തരത്തിൽ പുതിയ ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ നല്ല അവസരങ്ങൾ ആയിരിക്കും കൊടുക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നല്ല സിനിമകൾ കാണാൻ പറ്റും. അല്ലാതെ ഈ പഴയ ആളുകൾ തന്നെ കൂടെ ഇപ്പോഴും നിന്ന് വീണ്ടും ആ പഴയ രീതിയിലുള്ള സിനിമകൾ ചെയ്യാതെ പുതിയ ലാലേട്ടനെ പ്രസന്റ് ചെയ്യൂ യൂത്തന്മാരെ. എന്തായാലും ഹൃദയപൂർവ്വം അങ്ങനെ ആവുന്ന വിചാരിക്കുന്നില്ല. ഹൃദയപൂർവ്വം നല്ലൊരു സിനിമയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീമേക്ക് റൈറ്റ്സ് ഓഫ് നേര് have been sold to 4 languages at an impressive price. ഇംപ്രസീവ് വിലക്ക് നേര് എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്റ്സ് 4 ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഒരു ട്രോൾ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ട്രോൾ മൂവീസ് എന്ന് പറഞ്ഞ ചാനലിലാണ് വന്നിട്ടുള്ളത്. കോടതി മുറിക്കുള്ളിൽ പൊടി പാർന്ന എടി കാണാൻ റെഡി ആയിക്കോളി മക്കളെ എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് അതിൽ വന്നിട്ടുള്ള 2-3 കമന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് പറയാതെ വയ്യ. ഒന്ന് അല്ലെ, അക്ഷയ് കുമാർ ഐ ആം ത്രിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷയ് കുമാറൊക്കെ അതിന് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, കോമഡി ആയിരിക്കും. കൂളിംഗ് ഗ്ലാസും 10 സുമോ വണ്ടിയുമായി ചിരഞ്ജീവി ഗാരു വക്കീൽ റെഡി. അടുത്തത് ചിരുവാണം കില്ലാടി പവനായി എന്നിവർക്ക് തൂറി മെഴുകാനുള്ള വകുപ്പായി എന്നുള്ള കമന്റ് വന്നിട്ടുണ്ട്. ലേ ബാലയ്യ, യുവർ ഓണർ, ഈ കേസ് ഞാൻ പുറത്ത് തല്ലി തീർത്തോളാം. ഈ കമന്റ് എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്ത്. കാരണം അതിന് പുറത്ത് കോടതി എന്തൊന്നും വേണ്ട ആവശ്യമില്ല, പുറത്ത് പുള്ളി അടിച്ചു തീർക്കും. അത് ഹിന്ദി വേർഷൻ കില്ലാടി ലോയർ ലോഡിങ്. ലേ അക്ഷയ്, പ്രതിമ ഞാൻ ഉണ്ടാക്കും. മറ്റേ അവസാനത്തെ പ്രതിമ അത് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കൂല, ഞാൻ ഉണ്ടാക്കും. സോ എന്തായാലും അതിന്റെ റൈറ്റ്സ് 4 ലാംഗ്വേജിന് പോയിട്ടുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാ വരുന്നത് നമുക്ക് കണ്ടറിയാം. ജയിലർ 2 അപ്ഡേറ്റ്. ജയിലർ 2 ഓൾറെഡി ലാലേട്ടനെ പോയി കണ്ടിട്ടുണ്ട് നമ്മുടെ അണ്ണൻ എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു, ഡയറക്ടറാണ്. എന്തായാലും ഇതെന്താ നോക്കാം. After Suraj Venjaramut and Sujit Shankar, Kottayam Naseer from Mollywood is also to do a prominent role in superstar Rajinikanth's Jailer 2. കോട്ടയം നസീർ ഒക്കെ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള റോളാണ് ചെയ്യുന്നത്. വിനായകനെ യൂസ് ചെയ്ത പോലെ ഇവരൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലൻ റോൾസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നെൽസൺ വിസിറ്റഡ് മോഹൻലാൽ ഇൻ ഹൃദയപൂർവ്വം സെറ്റ് ഫോർ ജയിലർ 2 ഡിസ്കഷൻ. സോ ജയിലർ 2-ൽ നമ്മുടെ മാത്യു ഒരു കിടലൻ റോളായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ നമ്മൾ 5-10 മിനിറ്റിനുള്ളിൽ ചെറിയ റോളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ ഗംഭീരമായിട്ട് റോൾ ഉണ്ടാവും എന്നുള്ള ആദ്യമേ പറഞ്ഞു കേട്ടിരുന്നു. ആൻഡ് ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് വീഡിയോ തന്നെ ഗംഭീര വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷകൾ കൂടുതലാണ്. അടുത്തത് A22, അറ്റ്ലിയുടെ 22ാമത്തെ ചിത്രം, അല്ലെങ്കിൽ AA22 നമ്മുടെ അല്ലു അർജുന്റെ 22ാമത്തെ ചിത്രം, അറ്റ്ലിയുടെ അറ്റ്ലി 6. ഇതില് നായികയായിട്ട് സാം വരും എന്ന രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകളില്ല. ഇപ്പൊ സാമന്തനെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. പറഞ്ഞതാണ്, ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദി അല്ലു അർജുൻ അറ്റ്ലി പ്രൊജക്ട്. ഐ ഷെയർ എ ഗുഡ് ബോണ്ട് വിത്ത് അറ്റ്ലി. മേ ബി വി വിൽ വർക്ക് ടുഗദർ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ
വർക്ക് ഒരുമിച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നിലവിൽ ആ സിനിമയിൽ ഞാൻ പാർട്ടല്ല എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. സോ സാമന്ത അതിലില്ല, പകരം വേറെ ആളുകളായിരിക്കും വരിക. ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പല പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ